ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പികോണ്ടിലൈറ്റിസ് എന്നാണ് പറയുന്നത്. ടെന്നീസ് എൽബോ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഔട്ടർ പാർട്ട് ഓഫ് ദി എൽബോയിൽ വരുന്ന ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. അതായത് ഈ ഔട്ടർ പാർട്ട് ഓഫ് ദി എൽബോയിൽ വരുന്ന ടെൻഡൻ ഉണ്ട്. ആ ടെൻഡൻ ഓവർലോഡ് ആകുമ്പോൾ അവിടെ വരുന്ന പെയിനും ടെൻഡർനെസ്സിനെയാണ് നമ്മൾ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. ഈ ടെന്നീസ് എൽബോ എന്നൊക്കെ പറയുന്ന വേറൊരു പേരാണ് ലാറ്ററൽ എപ്പികോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പെയിനും ടെൻഡർനെസ്സുമാണ്. ഇത് പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ആക്ഷൻ കൊണ്ട് നമ്മുടെ ഈ ടെൻഡനിൽ വരുന്ന ഇൻഫ്ലമേഷനെയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫോറാമിൻ്റെ ആക്ഷൻ കൊണ്ട് ആണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഈ ടെന്നീസ് എൽബോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ടെന്നീസ് കളിക്കണമെന്നൊന്നുമില്ല. ഈ റെപ്പറ്റേറ്റീവ് ആക്ഷൻ കൊണ്ട്, അതായത് ഫോറാമിൻ്റെ കൂടുതലായിട്ടുള്ള റെപ്പറ്റേറ്റീവ് ആക്ഷൻ കൊണ്ടും വരാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇപ്പം വലിയ വെയിറ്റുള്ള സാധനം ലിഫ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്ലംബിങ്, പെയിൻറ്റിങ് പോലുള്ള റെപ്പറ്റേറ്റീവായിട്ട് നമ്മുടെ ഫോറാമിൻ്റെ റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലായിട്ട് വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾക്ക് ടെന്നീസ് എൽബോ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് പോകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട സിംറ്റംസ് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിനും ടെൻഡർനെസ്സും നമ്മുടെ ഔട്ടർ പാർട്ട് ഓഫ് ദി എൽബോയിൽ കാണുന്ന ഒന്നാണ് പ്രധാന ലക്ഷണം. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഫോറാമിലിട്ട് ഈ ഒരു റേഡിയേറ്റിംഗ് പെയിൻ വരിക, ഒരു പെയിൻ ഇങ്ങനെ തരിച്ചിറങ്ങുന്ന പോലെ ഒരു പെയിൻ വരിക എന്നുള്ളതാണ്. വേറൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രിപ്പ്, നമ്മളുടെ ഗ്രിപ്പിന് ഒരു വീക്ക്നെസ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് ഒരു ചെറിയൊരു കപ്പ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചെറിയൊരു പെൻ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ തുണി പിഴിയുമ്പോൾ ആ ഒരു പെയിൻ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾക്ക് ഈ ടെന്നീസ് എൽബോ നമ്മൾക്ക് അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൾഡ് പാക്കിന് നമ്മൾക്ക്, അതായത് ഐസ് പാക്കിന് നമ്മൾക്ക് ഈ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്ത സ്ട്രെച്ചിങ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ട്രെച്ചിങ് ആണ്. അത് നന്നായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ, അതായത് ഒരു ഡംപിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് റിസ്റ്റ് മാത്രം മൂവ് ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കൊടുക്കുന്നത് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ടെറാബാൻഡിൻ്റെ സഹായത്തോടെ റൊട്ടേഷൻ മൂവ്മെൻറ്റ് ചെയ്യുന്നതും വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. സ്ട്രെച്ചിങ്ങും പിന്നെ ഐസ് പാക്കൊക്കെ ഇതിന് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തിട്ട് നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ടെന്നീസ് എൽബോ. ഒന്നെന്ന് പറയുന്നത് ഫോറാമിൻ്റെ സ്ട്രെച്ചിങ് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏതൊരു ഗെയിംസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അതിന് മുന്നേ ഉള്ള വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഈ റെപ്പറ്റേറ്റീവ്, അതായത് സ്ട്രെസ്സ് നമ്മുടെ എൽബോയിലോട്ട് കൊടുക്കുന്ന ഈ റെപ്പറ്റേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു ഐസ് പാക്ക്, കോൾഡ് തെറാപ്പി, ഹീറ്റ് തെറാപ്പിയൊക്കെ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആയുർവേദത്തിൽ നമുക്ക് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലേപങ്ങൾ, അതായത് അവിടുത്തെ നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ലേപങ്ങൾ, പിന്നെ അടുത്ത കിഴികളാണ്, അല്ലെങ്കിൽ പൊടിക്കിഴി, ധാന്യാമ്ലധാര, അല്ലെങ്കിൽ കഷായധാര പോലുള്ള കാര്യങ്ങൾ ചെയ്ത് അവിടുത്തെ നീർക്കെട്ട് ഫസ്റ്റ് നമ്മൾ കുറച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കർപ്പൂരാതി, മുറുവെണ്ണ പോലുള്ള എണ്ണകൾ കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അവിടെ കെട്ടി വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ പുറമേ ആ എണ്ണ തിരുമുന്നതിനേക്കാളും ഈ നീർക്കെട്ട് മാറ്റിയതിന് ശേഷം ഒരു പഞ്ഞിയിൽ വെച്ചിട്ട് മുറുവെണ്ണ, കർപ്പൂരാതി, ചിഞ്ചായ തൈലം പോലുള്ള കാര്യങ്ങൾ ലഭ്യമാണ്. അത് വെച്ചിട്ട് ചെറിയ ചൂടോടുകൂടി ആ ഒരു ഏരിയയിൽ കെട്ടിവെക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്തു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡംബിൾ വെച്ചിട്ടുള്ള ഇതും പിന്നെ ഒരു ടെറാബാൻഡ് വെച്ചിട്ടുള്ളൊരു റൊട്ടേറ്ററി മൂവ്മെൻറ്റും ഈ ഒരു ടെന്നീസ് എൽബോ മീൻസ് സ്പെസിഫൈ ചെയ്യാൻ വളരെ ഹെൽപ്പായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ വാം ഡൗൺ കണ്ടീഷനിൽ വരുന്ന നമ്മൾ ഐസ് പാക്ക്, നേരത്തെ പറഞ്ഞ പോലെ ഐസ് പാക്ക് യൂസ് ചെയ്യുന്നതും ഇത് വളരെ ഫലപ്രദമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്.